കറന്റ് ഈ ഗ്യാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നടത്തുന്നത് ആരാന്ന് എഴുതിക്കാൻ നിങ്ങൾ ഞാനാണെന്നുള്ളത് മാത്രം പറയുന്നില്ല, ഞാനും മാക്കും തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാങ് ഇപ്പോൾ കറന്റ് നോക്കിക്കൊണ്ട് പോകുന്നത്. ലീഡറായാണ് നിൽക്കുന്ന ഷമീറോ ഗോഡ്ഫാദറായി നിൽക്കുന്ന തൊപ്പിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിന്റെ ഡൗൺ ടൈം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ഓനൊരു ബാഡ് സിറ്റുവേഷൻസ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൻ റെഡി ആയി കഴിഞ്ഞാൽ ഓൻ തന്നെ വരും, മനസ്സിലായോ? അത് ഓനക്ക് ഓൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് ഓൻ വരാത്തത്. അത് കഴിയുമ്പോൾ ഓൻ തന്നെ വരും. ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇപ്പം കറന്റ് ഗ്യാങ് നോക്കിക്കൊണ്ട് പോകുന്നത് ഞാനും മാക്കും തന്നെയാണ്. അല്ലാതെ ഈ പറയും അതെ 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 ഷെയ്ക്കും മാക്കും വന്നാ ഇനിയിപ്പോൾ ആയിരിക്കാം. ഞാനില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ? അതിനിപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഷെയ്ക്കും മാക്കുമാണ് നോക്കുന്നത്, അവർ തന്നെയാണ് നോക്കുന്നത്. അതിനിപ്പോൾ എന്താ? ഇത് ഓൻ പറഞ്ഞ കാര്യമല്ലേ, ഇനിയിപ്പോൾ എന്താ? പിന്നെ വേറെ ആരും ഇതിക്ക് വരില്ല. ഇപ്പോൾ ലീഡറായി നിൽക്കുന്നുണ്ട് പറഞ്ഞ ഷമീർ സത്യം പറഞ്ഞാൽ നമ്മൾ MRG പ്രൈവറ്റ് VC എന്ന് പറയുന്ന VC ആക്ടിവിറ്റി നിർത്തി നോക്ക്. ഓൻ്റെ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഓൻ്റെ ലൈവിന്റെ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ RP. ഓൻ ആ കണ്ടന്റ് ബേസ് മാത്രം നോക്കിക്കാണ്ട് മാത്രം ഗ്യാങ്ങിൽ വരുന്ന സംഭവമാണ് ഷമീറിനുള്ളത്. അതുകൊണ്ട് തന്നെ അതെ 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 ഓക്കെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഓക്കെ അറിയില്ല, ഇതിന്റെ ഗ്യാങ് വെഹിക്കിൾ ഏതാ വരാൻ പോകണമെന്ന് അറിയില്ല, ഇതിന്റെ ഗ്യാങ് ഹൗസ് എവിടെ വരാൻ പോകുന്നത് ഞാൻ ഓനെ മാത്രം പറയുന്നല്ല, മനസ്സിലായോ? അഥവാ ഇതിൽ ആരും അങ്ങനെ അറിയുന്നില്ല, മനസ്സിലായോ? അഥവാ ഇതിന്റെ എല്ലാം നോക്കുന്നത് ഞാൻ മാക്കും തന്നെയാണ് കംപ്ലീറ്റ്ലി സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് നോക്കുന്നില്ല, നമ്മുടെ മെമ്പേഴ്സ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് സൂപ്പർ ചാറ്റ് ആരും ചെയ്യാം, മനസ്സിലായോ? ഞാൻ സൂപ്പർ ചാറ്റ് കിട്ടാൻ വേണ്ടി എന്റെ സൂപ്പർ ചാറ്റാണ്. ചെയ്യുന്ന ലൈവ് അല്ല. നോ ബ്രോ, വാച്ചിങ് കുറഞ്ഞ നേരത്തെ നിനക്ക് എത്ര വാച്ചിങ് ഉണ്ടായിരുന്നു നീ ഓർക്ക്? അതെ, അത് ശരിയാ. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ലീഡറായതിനു ശേഷം വന്നാൽ മാറ്റാന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ലീഡറായതിനു ശേഷം വന്ന മാറ്റായിരിക്കും അത്. ഗ്യാങ് വരുന്നത് എപ്പോഴാണ് അറിയോ? ഈ ഗ്യാങ് വരുന്നത് ഞാൻ ഫസ്റ്റ് GTL വന്ന സമയത്ത് ഞാൻ എങ്ങനെ GTL വന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ GTL വന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ GTL വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അറിയപ്പെടാണ്ട് ഇതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ GTL വരണം എന്ന് വിചാരിച്ചിട്ടോ GTL നിൽക്കണം എന്ന് വിചാരിച്ചിട്ടോ എത്തിയ ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ GTLിലേക്ക് വരാൻ വേണ്ടി നിന്നൊരാളല്ല ഞാൻ. അപ്പം ഞാൻ GTLിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം തൊപ്പി ലൈവ് ഇട്ടു. ഇവൻ്റെ ഷെയ്ക്കിൻ്റെ വീട് എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഷെയ്ക്കിൻ്റെ എന്തോ ഹൗസ് ഫാമിങ്ങോ ഇനോഗ്രേഷനോ എന്തോ പരിപാടിക്കായിരുന്നു. ഞാൻ, തൊപ്പി, ഈഗിള്, കാസ്ട്രോ നമ്മളൊക്കെ ഇങ്ങനെ പോസ്റ്റർ അടിച്ചിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നത്, മനസ്സിലായോ? ഈ GT എന്ന് പറഞ്ഞതിലേക്ക് എനിക്ക് ഈ GT എന്താണെന്ന് അറിയില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഇന്നേ വരെ അതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ ഇന്നേ വരെ ഞാൻ GT എന്ന് പറഞ്ഞ ഗെയിമിൽ ഞാൻ കയറിയിട്ടില്ല, മനസ്സിലായോ? ഞാൻ ഇന്നേ വരെ ഞാൻ GTL ഞാൻ കയറിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കയറുന്നത് ഓൻ്റെ കയ്യിൽ ഫേസ് ക്യാം വെച്ച് ഓൻ്റെ ലൈവിൽ, അതായത് തുപ്പിൻ്റെ ലൈവിൽ ഇപ്പോൾ ആ ലൈവ് ഉണ്ടാവും, അതിൽ ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ ഓൻ പറഞ്ഞു നീ കയറ് എന്ന് പറഞ്ഞു. ഓൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കയറിയതാ, മനസ്സിലായോ? എനിക്കിതിൽ GTL വരണം എന്ന് എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. എനിക്ക് നോർമൽ ലൈവ് ചെയ്താൽ അത്യാവശ്യം വ്യൂവർഷിപ്പും അത്യാവശ്യം ഇതും ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ട് നിന്നതും, മനസ്സിലായോ? അപ്പോൾ നോ കോണയല്ല, ഇവിടെ ഞാൻ കുറച്ച് സംസാരിക്കും. അത് കേൾക്കാൻ പറ്റുന്ന ആൾക്കാർ കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടോ. ഓക്കെ, അപ്പം ഞാൻ കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ GTLിലേക്ക് വരുന്നത്. അപ്പോൾ GTLിലേക്ക് വന്നു. അതിനുശേഷം കുറച്ച് ആൾക്കാർ എന്താ പറയുക, ഭയങ്കരമായിട്ട് GTL ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്, ഭയങ്കര എൻ്റർടൈനിങ് സാധനമുണ്ട്, നിങ്ങൾക്ക് GTL ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ പറഞ്ഞിട്ടാണ് എന്താ പറയുക എന്നെ GTLിലേക്ക് ഇതാക്കിയത്, മനസ്സിലായോ? ഞാൻ GTLിലേക്ക് വന്നത്. GTL നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, ഞാൻ GTA കളിക്കാൻ തുടങ്ങി. അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയി. ആ ടൈമിൽ ഇതില്ല, അതായത് ഗ്യാങ് ഇല്ല. MRG ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഇവിടെ ഫോം ആയിട്ടില്ല, മനസ്സിലായോ? ആ ഗ്യാങ് ഫോം ആകാത്ത സമയത്ത് എനിക്ക് എന്താ പറയുക 10-12K എനിക്ക് ഉണ്ടാകാറുണ്ട്. 10Kൻ്റെ മുകളിലോട്ടേക്ക് എനിക്ക് ഉണ്ടാകാറുണ്ട് വ്യൂവർഷിപ്പ്. ഈ വ്യൂവർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഉണ്ടാവാറുണ്ട്. ലീഡർ ആയതിനു ശേഷം അത് നേരെ പകുതിയായിട്ട് എനിക്ക് കുറഞ്ഞു, അല്ലേ? കുറഞ്ഞു, അത് സത്യ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്, മനസ്സിലായല്ലോ? അത് ഞാൻ പറയാം, ബാക്കി നോക്കട്ടെ. കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാണ്ട്, ഇത് ലൈവ് കഴിഞ്ഞിട്ട് വേണ്ടവർക്ക് വന്നിട്ട് കാണാം. കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ട് മാത്രം പറയുന്നത്. ഈ സംഭവം ഞാൻ കാണിച്ചതാ. ഇതിലുണ്ട് ഷമീറിന്റെ ഇന്നത്തെ ലൈവിന്റെ കമന്റിൽ ഷമീറെ ഷെയ്ക്കിനെ കിക്കാക്കുക, അവനിപ്പോൾ വിചാരം അവന്റെ ആണെന്നാണ് MRG ഊമ്പൻ. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ലീഡറിനെക്കാളും വലിയ പവർ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇതിൽ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. ഞാൻ അതിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറയാലോ. കറന്റ് അത് അങ്ങനെ വരുന്നതിന് റീസൺസ് എന്താണെന്ന് വെച്ചാൽ, ഈ ലീഡർ ഷമീർ കറന്റ് സിറ്റിയിൽ വരുമ്പോൾ മാത്രമാണ് ഓൻ ഈ ഗ്യാങ്ങിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓനെ കിട്ടുന്നത്, അല്ലാതെ ഓരോ സമയത്തും ഓനെ കിട്ടുന്നില്ല മെയിൻലി. അപ്പം ഒബ്വിയസ്ലി ഇത് നോക്കി നടത്തുന്നത് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഞാനും മാക്കും ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ നമുക്ക് ഒബ്വിയസ്ലി നമ്മളെ മെമ്പേഴ്സിന്റെ അടിയിൽ തന്നെ ആ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഷമീർ ഒരു കോൾ പറയുന്നില്ല, ചിലപ്പോൾ ഞാനൊരു കോൾ പറയുന്നത് മെമ്പേഴ്സ് കേൾക്കാൻ റീസൺസ് ഉണ്ട്. കാരണം ഓരോ എന്താ എല്ലാ ആവശ്യത്തിനും എല്ലാ കാര്യങ്ങളും കേൾക്കാനും ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഷമീർ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാക്ക് ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഗ്യാങ്ങിലെ എല്ലാ മെമ്പേഴ്സിനോട് ചോദിച്ചു നോക്കുക. അത് അതിന്റെ ഒക്കെ ഒരു ബേസ് ഉണ്ട്, മനസ്സിലായി? ഇത് ഞാൻ ലൈവിൽ ഇട്ടുങ്ങാണ്ട്
പല പ്രാവശ്യം ഞാൻ പറയണ്ടെന്ന് കരുതി മനഃപൂർവ്വം ഉണ്ടാതിരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടും ഞാൻ എന്താ എന്റെ ലൈവ് ത്രൂ ഒരാൾക്കും ഒരു ഹെയ്റ്റും കൊടുക്കാത്ത ഒരാളാണ്. പക്ഷേ ഇന്റൻഷനലി എനിക്ക് ഹെയ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ തന്നതുണ്ട്. അത് മാക്കിനും എനിക്കും അറിയാം. ഞങ്ങൾ തൊപ്പിക്ക് വിളിച്ച് പറഞ്ഞ സംഭവമാണ്. അത് ഷമീറിനോട് ഇപ്പൊ ഏറ്റവും ബേസായി പറയാം, ഒരാഴ്ച മുമ്പ് ഷമീറും ഞാനും ഏകദേശം 1.5 മണിക്കൂർ ഞാനും ഷമീറും സംസാരിച്ചുകൊണ്ട് ഫാസ്റ്റിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഞാനും ഓനും നല്ല രീതിക്ക് കോംബോ ആർപ്പി ചെയ്തുകൊണ്ട് പോയി ഒരാളാണ്. ഞാനും ഷമീറും നല്ല രീതിക്ക് അതെ നമ്മൾ നല്ല രീതിയിൽ കോംബോ ആർപ്പി ചെയ്തു പോയതാ. കോംബോ ആർപ്പി ചെയ്തുകൊണ്ട് പോയി ഒരാളാണ്. എനിക്കൊക്കെ എന്താ ആവശ്യം ഞാൻ ലൈവ് ഈഗോ ഒന്നുമില്ലടാ. ഈഗോ നമ്മൾ ജയിക്കല്ലേ പോലും ഇടാതെ ഓനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓൻ പോയിട്ടുണ്ട്. ഞാൻ അവർക്ക് എന്റെ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിക്കാണ്ട് ഞാൻ ഒരു കണ്ടക്ടിംഗ് പറഞ്ഞ വണ്ടി ആക്കി കൊടുത്തത്. അതല്ലാതെ സ്വന്തം പേഴ്സണൽ പൈസ മുടക്കിയാണ് ഒരുപാട് കണ്ടന്റ് ഞാൻ കൊടുത്തിരുന്നു. വാട്ടവർ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കണക്ക് പറയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് മനഃപൂർവ്വം ഹെയ്റ്റ് തന്ന സിറ്റുവേഷൻസ് ഉണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ആ ബോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവർ അത് ഏതാ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ പറയുന്നത് മറ്റേ എന്താ പറയുക, മറ്റേ സീനാണെങ്കിൽ, അതായത് എന്നെ കൂട്ടാണ്ട് മീറ്റിങ്ങിന് പോയ സീനാണെങ്കിൽ ഞാൻ മാക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ മാക്കിനെയും പറഞ്ഞിട്ടുണ്ട്, ഷെയ്ക്കിനെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാളല്ല ഞാൻ പറഞ്ഞത് അല്ലേ, ഞാൻ ഷെയ്ക്കിനെയും മാക്കിനെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അതായത് മാക്കിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്ത്, എടാ മീറ്റിങ്ങിന് പോകുമ്പോൾ എന്നോട് പറയണേന്ന് ഞാൻ പറഞ്ഞു. എന്നെ വിളിച്ചില്ല. അപ്പം എൻ്റെ ചാറ്റിൽ വരുന്നത് എന്താ, ഓൾറെഡി നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എൻ്റെ ചാറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ മണ്ടനായ ലീഡർ, എന്നെ ആയിരിക്കും വിലയില്ല, എന്നെ മെമ്പേഴ്സ് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ കോ ലീഡേഴ്സ് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നീ വെറും ഡമ്മി ലീഡറാണ്, നിന്നെ കൊണ്ട് ഉപകാരമില്ല, നിന്നെ അവർ വെറുതെ ഡമ്മി ആക്കി വെച്ചത്, നിൻ്റെ തീരുമാനങ്ങൾ അവർ എടുക്കൂല. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഓൾറെഡി ഉള്ള പ്രഷർ. നിങ്ങൾ എൻ്റെ പ്രഷർ ഒന്ന് ആലോചിക്കണം. എൻ്റെ വ്യൂവർഷിപ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ വ്യൂവർഷിപ്പ് വെച്ച് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ഈ പ്രഷറുണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇടക്കായാലും എൻ്റെ ഓഡിയൻസിൻ്റെ ഇടക്കായാലും എനിക്ക് ഈ പ്രഷറുണ്ട്, മനസ്സിലായോ? അതായത് നിന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു പ്രഷറിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ ഞാൻ മാക്കിനോട് ഞാൻ പറഞ്ഞു എന്താ എന്നെയും കൂടി കൂട്ടണം, മീറ്റിങ്ങിന് വരണം, എനിക്ക് അറിയില്ലായിരുന്നു എന്താ പറയുക, മീറ്റിങ്ങിന് ഞാൻ പോകേണ്ട ആവശ്യം നിർബന്ധമില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ല, അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്നും മാക്ക് ആ സമയത്ത് പറയുക, ഷമീർ നീ വരണ്ട, വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ, ഞാൻ അവിടെ വിടും. എനിക്കവിടെ വേറെ ഒരു ഇതുമില്ല. ഞാൻ ഇവർ പറയുന്നത് എനിക്കറിയാത്തത് എനിക്കറിയാം, എനിക്കറിവില്ലായ്മ ഉണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, എനിക്ക് അത്ര വലിയ ഇതിലുള്ള ആളല്ല ഞാൻ, എനിക്ക് നല്ല ബോധ്യമുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ഇവർ പറയുന്നത് ഞാൻ അനുസരിക്കാറുണ്ട്, മനസ്സിലായോ? അതെന്നോട് മാക്ക് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് ഷമീർ നീ വരണ്ട അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരൂലായിരുന്നു, മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ ആയിരിക്കും, ഷെയ്ക്കിനോ മാക്കിനോ എന്നെ കോൾ ചെയ്യാം, പുറത്ത് കോൾ ചെയ്യാലോ. എന്നെ ഇന്നേവരെ ആരും വിളിച്ചിട്ടില്ല, കോൾ ചെയ്തിട്ട് പറയാലോ, ഷമീറ ഇങ്ങനെ ലൗഡ് സ്പീക്കർ ഇടല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതാണ് കാര്യം, എന്നോട് പറയാലോ. അല്ല, അത് പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഏറ്റുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാളെയും ഞാൻ പറഞ്ഞതാ, ഞാൻ എന്ത് ഊമ്പാനാണോ ലീഡറായിട്ട് നിൽക്കുന്നത്. കാരണം എൻ്റെ ചാറ്റിൽ അത് തന്നെയാണ് എന്നോട് ചോദിക്കുന്നത്, നീ എന്ത് ഊമ്പാനാണോ ലീഡറായിട്ട് നിൽക്കുന്നത്. അപ്പം എടാ എനിക്ക് പ്രഷർ ഇല്ലടാ. ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവരത് കിട്ടാത്തത് എന്നുള്ളത് ഞാൻ ഓനോട് പറഞ്ഞപ്പോൾ ഓൻ തന്നെ അത് സമ്മതിച്ച സംഭവം. എനിക്ക് ഇങ്ങനെ കണക്ക് പറയുന്നതോ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്കത് വേണ്ട, അങ്ങനെ അത് വേണ്ട, എനിക്ക് പറ്റി പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ഇത് പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞാൽ ഞാൻ ലീഡർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങാണ്, നീ ലീഡർ ആയിക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ലീഡർ ആവാൻ താല്പര്യമില്ല, ഞാൻ ഒരിക്കലും ലീഡർ. ഞാൻ വിളിച്ച് ഞാൻ സങ്കടപ്പെട്ട് ഞാൻ കരയേണ്ട രീതിയിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഷെയ്ക്കിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ചിട്ട്, ഷെയ്ക്ക് എടാ എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ലടാ, എനിക്കിത് നടക്കുമെന്ന് തോന്നില്ല, കാരണം എനിക്ക് ഇതിനുള്ള കഴിവുണ്ട് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങാം, വേറെ ആരെങ്കിലും ഇത് ഏറ്റെടുക്ക്, എനിക്ക് ഈ പ്രഷർ താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, എന്താ പറയുക, എനിക്കിത് പറ്റൂല, നിങ്ങൾ ആരെങ്കിലും റാമ്പോ നീയോ മാക്കോ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ അവൻ പറഞ്ഞല്ല, നീ എന്നെ നോക്ക്, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ ഇറങ്ങിക്കോ, ഞാൻ നിന്നെ ഇതാക്കൂല, എല്ലാന്നുണ്ടെങ്കിൽ നീ മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പറഞ്ഞ സംഭവം നടക്കുന്നത്. അതായത് എന്നെ അത്രയും ഇവൻ സപ്പോർട്ട് ചെയ്തു, ഞാൻ അത്രയും വിശ്വസിച്ചിട്ട് പിറ്റേ ദിവസം എന്താ പറയുക, ഞാൻ ഷെയ്ക്കിനെ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞ മാക്കിനോട് ഞാൻ പറഞ്ഞു, മനസ്സിലാവും, മാക്കിനോട് ഞാൻ പറഞ്ഞു, മാക്കെ എന്താ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് വന്നോന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എന്നെ കൂട്ടാണ്ട് പോയപ്പോൾ നമുക്ക് ഫീൽ ആവൂലേ, എനിക്ക് ഫീലായി. എടാ എനിക്ക് പ്രഷറില്ലടാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ക്വാളിറ്റി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലാതെ ലീഡർ ഒരിക്കലും ഞാൻ ആവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞത് മെമ്പർ ആയിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞത് നീ വെയിറ്റ് ചെയ്യ്, നീ ലീഡർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലടാ എനിക്ക് എൻ്റെ എന്റർടൈൻമെന്റ് ആർപ്പി ആണ്, എനിക്ക് ഒന്നും കൂടി കംഫർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, മറ്റേ ഇന്ന ചാറ്റ് ഇന്നെ ഡിസ്റ്റർബ് ആക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിലെ പേഴ്സണൽ ടോക്സ് കുറേ വന്നപ്പോൾ ഓപ്പൺ ആയിട്ട് എന്നോട് പറഞ്ഞ സംഭവം ഓ ലീഡർ സ്ഥാനത്ത് നിന്ന് ഒയ്യാണെന്നുള്ളത്.
അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് നീ ലീഡർ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ ഒരിക്കലും മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല, നീ അറ്റ്ലീസ്റ്റ് കോലീഡർ ആയിട്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യണം, തൊപ്പിനെ ലീഡറായിട്ട് നിന്നോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഇതല്ല എന്നുള്ളത് ഒരിക്കലും പറയൂല. അത് ഞാൻ ഇതാണ് എന്റെ സത്യം, മനസ്സിലായോ? ഇതിന് ശേഷം ഇപ്പൊ എടുത്ത് ഈ പറയുന്ന പോലെ ഓനെ ഓജിന്റെ പ്രീവാർ തോറ്റ സമയത്ത് ഓനെ മീറ്റിംഗിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ എന്തിനാ ലീഡർ ചെയ്യാൻ, ഞാൻ ഇവിടെ എന്തിനാ ഊമ്പാനാണോ നിൽക്കുന്നത് പറഞ്ഞിട്ട് എക്സ്പൈറ്റ് എക്യൂറ്റ് അടിച്ച് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഉറപ്പായിട്ടും അത് എനിക്കും മാക്കിനുമാണ് ഹേറ്റ് വരിക എന്നുള്ളത് ഓൻ അറിയാം, കാരണം ഓൻ അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല, മനസ്സിലായോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ പോലും ഞാൻ പിന്നെ അതിനനുസരിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവനോട്. കാരണം നമ്മള് ലീഡർ ആയതുകൊണ്ട് ചാറ്റ് ഓപ്പൺ ആയിട്ട് പറയല്ലോ, ഓന് സിറ്റിയിൽ എക്സ്പീരിയൻസ് കമ്മിയാണ്, ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിന് ഓൻ്റെതായ ടൈം ഒക്കെ എടുക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് വിടുമ്പോഴും ഈ ഓജിന്റെ പ്രീവാറിന് മെയിനായിട്ട് പ്രീവാർ സത്യം പറഞ്ഞാൽ നമ്മൾ തോറ്റു. അമ്പാന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയില്ല, വെറുതെ പിന്നാന്താക്കല അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ഇതാക്കല ഈ പറയുന്ന ഷമീർ എന്താ പറയാ, അന്ന് നമ്മൾ ഓജിന്റെ പ്രീവാർ തോറ്റപ്പം ഞാൻ മാക്ക് മാത്രമായാണ്ട് പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നാണ്ട് ഇനി ഒരു കളിയാക്കുന്ന സിറ്റുവേഷനിൽ വെറുതെ ലീഡറിനെ കളിയാക്കി എന്നുള്ള സംഭവം വേണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ കൊണ്ടുപോയില്ല. അതാണ് അതിന്റെ സത്യം. ഇതൊക്കെ നമുക്ക് സ്ട്രീമിംഗിൽ ഇരുന്നാണ്ട് പറയാൻ പറ്റില്ല ഷമീറെ. സ്ട്രീമിംഗിൽ ഇരുന്ന് പറയണ്ട ഷെയ്ക്ക്, സ്ട്രീമിംഗിൽ ഇരുന്ന് ഇത് പറയണ്ട. എന്നെ കോൾ ചെയ്ത് പറയാലോ, എന്നെ കോൾ ചെയ്ത് പുറത്തുനിന്ന് ഇത് മ്യൂട്ട് ചെയ് ഇങ്ങനെ, അല്ലെങ്കിൽ വീശിവ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എന്നോട് പറയാലോടാ. നീ വരണ്ട, ചിലപ്പോൾ നിന്നെ കളിയാക്കും, അത് ഞങ്ങൾ പോയി ആൻഡ് ചെയ്തോളാം എന്ന് പറയാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ടൈം വന്നതില്ല. എല്ലാവർക്കും കണ്ടറിയാം 1:22 എന്തോ ആണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. 8 മിനിറ്റ് കൊണ്ട് വാർ വിളിച്ചാൽ മാത്രമേ നമുക്ക് വാർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയതാ. അതിൽ പക്ഷേ ഈ പറയുന്ന പോലെ മാക്കിനോട് പറഞ്ഞു നമുക്ക് പോകാന്നുള്ളത് ഒരുമിച്ച്, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ മാക്കത് പറഞ്ഞിട്ടില്ല. മാക്ക് തന്നെ ഈ പറയുന്ന പോലെ ഓനെ കളിയാക്കുന്ന സിറ്റുവേഷൻ വരണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ വേണ്ടാന്ന് കരുതി നമ്മൾ പോയത്. നമുക്ക് സ്ട്രീമിംഗിൽ ഇരുന്നാണ്ട് പറയാൻ പറ്റില്ല ഷമീറെ. സ്ട്രീമിംഗിൽ ഇരുന്ന് പറയണ്ട ഷെയ്ക്ക്, സ്ട്രീമിംഗിൽ ഇരുന്ന് ഇത് പറയണ്ട. എന്നെ കോൾ ചെയ്ത് പറയാലോ, എന്നെ കോൾ ചെയ്ത് പുറത്തുനിന്ന് ഇത് മ്യൂട്ട് ചെയ് ഇങ്ങനെ, അല്ലെങ്കിൽ വീശിവ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എന്നോട് പറയാലോടാ. നീ വരണ്ട, ചിലപ്പോൾ നിന്നെ കളിയാക്കും, അത് ഞങ്ങൾ പോയി ആൻഡ് ചെയ്തോളാം എന്ന് പറയാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ടൈം വന്നതില്ല. എല്ലാവർക്കും കണ്ടറിയാം 1:22 എന്തോ ആണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. 8 മിനിറ്റ് കൊണ്ട് വാർ വിളിച്ചാൽ മാത്രമേ നമുക്ക് വാർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സംഭവം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയതാ. അതിൽ പക്ഷേ ഈ പറയുന്ന പോലെ മാക്കിനോട് പറഞ്ഞു നമുക്ക് പോകാന്നുള്ളത് ഒരുമിച്ച്, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ മാക്കത് പറഞ്ഞിട്ടില്ല. മാക്ക് തന്നെ ഈ പറയുന്ന പോലെ ഓനെ കളിയാക്കുന്ന സിറ്റുവേഷൻ വരണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ വേണ്ടാന്ന് കരുതി നമ്മൾ പോയത്. അത് പക്ഷേ ഇത് എനിക്കറിയില്ലല്ലോ, ഇവരുടെ ഭാഗത്തുള്ള അതേ ഇത് തന്നെയല്ലേ എന്റെ ഭാഗത്തുള്ള. ശരി, ഇവർക്ക് അതറിയില്ല, എനിക്കും അറിയില്ലല്ലോടാ. ഈ പറയുന്ന പോലെ ഓവർ ഇതേപോലെ ഈ എന്താ പറയാ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന രീതിക്ക് എഫ്ഐ കിറ്റൊക്കെ അടിച്ചുകൊണ്ട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യം അങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യം മാക്കിന് അല്ല ഷമീറിനില്ലേനും, മനസ്സിലായി? അപ്പൊ ഷമീർ ചിലതൊക്കെ ഇന്റൻഷനലി ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഈ സാധനം ഞാൻ മാക്ക് തൊപ്പിക്ക് വിളിച്ചാണ്ട് അന്നത്തെ ലൈവ് കഴിഞ്ഞ ശേഷം ഞാനും മാക്കും തൊപ്പിക്ക് വിളിച്ചാണ്ട് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറയാലോ തൊപ്പി, നമുക്ക് ഇതിൽ കോളിഡേഴ്സ് ആയാണ്ട് ഇങ്ങനെ ഇവന് കുറച്ച് മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണേൽ ബുദ്ധിമുട്ടുണ്ട്, നീ തിരിച്ച് ലീഡർ ആവുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞപ്പോൾ മെയിൻ തിങ് എല്ലാവരും പറയാനുള്ളത് വെച്ചാൽ കറന്റ് തൊപ്പി എന്തുകൊണ്ടാ സ്റ്റിൽ ലീഡർ കോളിഡർ ആയാണ്ട് എന്താ ഷമീർ ടാഗ് കൊടുക്കാത്തുന്നുള്ളത് എന്താണെന്നുള്ള വെച്ചാൽ തൊപ്പിന്റെ ഡിസ്കോഡ് ഐ ഡി തന്നെ തൊപ്പി റിമൂവ് ഇട്ടാൽ മാത്രമേ ഈ പറയുന്ന ഷമീറിന് ലീഡർ സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? അതെ. ഇതിന്റെ ഇങ്ങനൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് നമ്മൾ ഞാനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ ലീഡർ ആയിക്കോ വേണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇതിന്റെ ഏറ്റവും നല്ലതെന്നുള്ളത് ഇന്നോട് പറഞ്ഞതാ. സീരിയസ്ലി ഓപ്പൺ ആയിട്ട് ഇന്നോട് പറഞ്ഞതാ, വല്ലാഹി ഇന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലീഡർ ആകാൻ വേണ്ടി വന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഓന്റെ മോശം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു വിളിക്കലില്ല, അങ്ങനത്തെ ആളല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഷമീറിനോട് പോലും നീ ലീഡർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞ ആളാ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നിങ്ങൾ ചാറ്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വെറും ഹെയ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയണില്ല, നമ്മൾ ഇതിന്റെ എഫേർട്ട് ഒന്നും നിങ്ങൾക്ക് അറിയണില്ല. ഞാൻ ഈ മാസം എത്ര സ്ട്രീം വരാതെ നിന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്ക്. ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കുക, ഈ മാസം ഞാൻ എത്ര ലൈവ് വന്നിട്ടുണ്ടാവും? ഒരു 10 ലൈവ് മിനിമം ഈ മാസം ഞാൻ വന്നിട്ടുണ്ടാവില്ല മിനിമം. ഈ സമയത്തൊക്കെ ഞാൻ ഇവിടെ വെറുതെ കടന്നുറങ്ങില്ല. ഞാനിതാ ഈ VC-യിൽ ഇപ്പോഴും നോക്ക് നിങ്ങൾ, ഈ VC-യിൽ ഇവിടെ ഇപ്പോഴും ഈ പറയുന്ന പോലെ മാലിക്ക് ഇവരൊക്കെ 1.5 മണിക്കൂറായിട്ട് ഇന്ന് രാവിലെ മുതൽ 1.5 മണിക്കൂറായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ VC-യുടെ ആക്ടിവിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്ടല്ലോ, ഇത് 24 hours സത്യം പറഞ്ഞാൽ ഇതിൽ ആൾക്കാരുണ്ട് ഈ VC-യിൽ. സിനിമാറ്റിക്സ് തീരുന്നില്ല, വണ്ടി തീരുന്നില്ല, GH തീരുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ഇരിക്കുന്നുണ്ടോ? എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്റെ റെസ്റ്റോറന്റ് ഫീൽഡാണ് ഞാൻ എന്റെ ബിസിനസ്. എനിക്ക് റെസ്റ്റോറന്റ് ഫീൽഡിൽ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടും അല്ലാത്ത കുറെ പ്രശ്നങ്ങൾ കൊണ്ടും എനിക്ക് സെയിൽ ഇല്ലാതെ ഞാൻ ഡൗൺ ടൈം ആയി നിൽക്കണം. എനിക്കും ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സമയമാണ്. എനിക്കൊരു ലൈവ് ഇട്ടാൽ മിനിമം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മിനിമം ഒരു ദിവസം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2.5K to 5K മിനിമം ഒരു 5000 രൂപയെങ്കിലും എനിക്ക് എന്തായാലും ഒരു ആവറേജ് അഡ്വാൻറ്റും സൂപ്പർ ചാറ്റും ആയിട്ട് എനിക്ക് കിട്ടും. ഞാൻ അത് കളഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ ഗ്യാങ്ങിനെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാ. ഇതിലെന്തെങ്കിലും സാധനം റെഡി ആയി കൊടുക്കാന്ന് കരുതിയാണ്ട് എടുക്കുന്നതാ. എനിക്ക് ആ പൈസ മാത്രം നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ എന്റെ ഇപ്പോഴത്തെ ഇത്രയും ഡൗൺ ടൈം ആയി നിൽക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആണെന്നുണ്ടെങ്കിൽ എന്റെ ലൈവ് ഫോക്കസ് ചെയ്ത് വരുമോ, വേറെ ആരെങ്കിലും ഇതേമാതിരി ഇരിക്കുന്നത് കണ്ടുക്കണം. പിന്നെ ഇതിന്റെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് എല്ലാ ഇതിലും എന്താ പറയാ ലീഡർ ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല? എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലീഡർ ആണോ? അപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഗൈസ്? അല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനായിരുന്നു. അതായത് ലീഡർ ആണോ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്? ഇങ്ങനെ എന്താ പറയാ ഈ പറഞ്ഞ എല്ലാ സംഭവവും ചെയ്യേണ്ടത് ലീഡർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഒരു ഡിസിഷൻ എടുക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. യെസ് ഓക്കെ. അപ്പം ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അല്ലേ?
ഓക്കെ. അപ്പം ലീഡറാണ് ഈ പറഞ്ഞ എന്താ പറയുക സിനിമാറ്റിക്കും ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ലീഡറാണല്ലേ? ഓക്കെ 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 ഓക്കെ. നമുക്ക് ഈ ഹീറ്റ് കിട്ടുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല ചാറ്റ്. അത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പറയണം, മനസ്സിലായി? നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കുറേ മറച്ചു വെക്കണോണ്ടും ആർക്കും ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഹെയ്റ്റ് പോകണ്ട എന്ന് കരുതി മനസ്സിൽ മുണ്ടാതിരിക്കണോണ്ടും നമ്മളൊരു ഉമ്പനായി മാറണം ലാസ്റ്റ്. അതാണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ. കോ ലീഡർ ആൻഡ് ലീഡർ ഓൾസോ? കോ ലീഡറും ലീഡറും ആണോ? ഓക്കെ ഓക്കെ. ഷെയ്ഖ് എന്നെ വിളിച്ചിട്ട് കുറേ കാലമായി. അന്ന് ലാസ്റ്റ് വിളിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഒരു 3-4 ദിവസം മുമ്പാണ് വിളിച്ചത്. അന്ന് നമ്മളൊരു 1-1.5 മണിക്കൂർ ഞാൻ എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് വെച്ചതാ. അതിന് ശേഷം പിറ്റേ ദിവസമാണ് പിന്നെ ഈ മറ്റേ സംഭവം നടക്കുന്നത്. പിന്നെ വേറെ ഒരു ഇത് നടന്നിട്ടില്ല, മനസ്സിലായോ? അതിന് ശേഷം മുമ്പോ പിന്നെ നമ്മൾ കുറേ കാലമായിട്ട് കണക്ഷൻ ഒന്നുമില്ല, വിളിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നേരം ഞാൻ വിളിക്കുന്നത്. അപ്പം ഇവൻ എന്നോട് അങ്ങനെ എന്താ പറയുക, ഇവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുമുണ്ട്, ഞാൻ ഇതാക്കാറുമുണ്ട്. ബാക്കിയുള്ള എന്താ പറയുക ഇങ്ങനത്തെ സിനിമാറ്റിക് കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിച്ചില്ല. പക്ഷെ ഞാൻ ഇതാക്കണമായിരുന്നല്ലേ, ഞാൻ എഫേർട്ട് ഇടണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് സിനിമാറ്റിക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാക്കണമായിരുന്നു. ഈ പറയുന്ന പോലെ ഷമീറിന്റെ കേസാണെന്നുണ്ടെങ്കിൽ പോലും ഇതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഓപ്പൺ ആയിട്ട് പറഞ്ഞതാ ഈ കാര്യം. ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ ലൈവിൽ ഇരുന്ന് കണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാന്നുള്ളത് വരെ തൊപ്പി പറഞ്ഞത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ലീഡർ ആയതുകൊണ്ട് ഓൻ തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് കരുതിക്കാണ്ട് നമുക്ക് ഇതിന്റെ പൊസിഷൻ ആഗ്രഹിച്ചു കണ്ടൊന്നല്ല ഗൈസ് നമ്മൾ നിൽക്കുന്നത്, മനസ്സിലായോ? എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫ്രസ്ട്രേഷനും ഇത്ര എനിക്ക് എന്താ പറയുക, ഞാൻ ഇതിന് അത്രയും സ്ട്രെസ് ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ വൈഫിൻ്റെ കോൾ പോലും എടുക്കാതെ അത്രയും സമയം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിസിയിൽ ഇരുന്നാണ്ട് ഞാൻ ഇത് റെഡിയാക്കാൻ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ നടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതിങ്ങനെ വന്നിട്ട് പറയുമ്പോൾ നമുക്ക് നല്ലോണം ഫീൽ ആവും, നമുക്ക് നല്ലോണം കൊള്ളും. ഓക്കെ, അതെ. ഡബിൾ എഫേർട്ട് എടുക്കുന്നത്. ഷെയ്ക്കായാലും മേക്കായാലും ഇവരെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, നന്നായിട്ട് കാര്യങ്ങൾ നോക്കി ചെയ്യുന്നുണ്ട്. ശരിയാ, സത്യം പറഞ്ഞാൽ ഇവർ പറയുന്നതിൽ കാര്യം ഉണ്ടാടാ. ഞാനൊരു ഒന്നിനും കൊള്ളാത്തവൻ തന്നെയാണ്, മനസ്സിലായോ? ഇവർ പറയുന്നതിലെല്ലാം സത്യമുണ്ട്. എനിക്കങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല. ഇവർ പറയുന്നതിലൊക്കെ സത്യമുണ്ട്, സംഭവം കറക്റ്റ് തന്നെയാണ്. സംഭവം ശരിയാ, ഞാനൊരു മൊണ്ണ ലീഡർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വന്തം കോ ലീഡേഴ്സിന് ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് സത്യമായിരിക്കും, അല്ല സത്യമാണ്, അത് സത്യമാണ്, മനസ്സിലായോ? അപ്പൊ അല്ലാതെ ഈ പറയുന്ന പോലെ അതെ, ഇവർ ഭയങ്കര കോ ലീഡേഴ്സാണ്. ഇവർ ഷെയ്ക്കായാലും മേക്കായാലും ഇവർ എന്താ പറയുക ഭയങ്കര ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആളാണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കാര്യം ഞാൻ ലൈവിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ വരാറുള്ളൂ, ഞാൻ സിറ്റിക്ക് കയറാറുള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. അതിനൊരു കാര്യമുണ്ട്, മനസ്സിലാവും? അതിനൊരു കാര്യമുണ്ട്. കാരണം ഇതിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. എനിക്ക് എങ്ങനെ ഈ പറയുന്ന ഈ കണക്ക് പറയലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് വിട്. ഈ ഗ്യാങ് കൊണ്ട് മാത്രല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആർപ്പി ചെയ്യാൻ പറ്റാ. ഈ ഗ്യാങ് എന്നാ ഞാനൊരു അങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിന്റെ ഒരു കാര്യങ്ങളോ ഇതൊന്നും നോക്കാല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ അത് വേണ്ട. അത് നമ്മളൊരു ഫാമിലി അല്ലടാ. നമ്മളെന്തിനാ വെറുതെ അങ്ങനെ എനിക്ക് ഈ പറയുന്ന പോലെ ഭൂമിനായിട്ട് ആർപ്പിയ, ഉസ്മാനായിട്ട് ആർപ്പിയ, ഞാൻ എങ്ങനെ ആർപ്പി ചെയ്താണ്ട് നടന്നില്ലാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണല്ലേ. ഞാൻ എൻ്റെ പാസ്റ്റ് ആർപ്പിയും ഇപ്പോഴത്തെ കറന്റ് ആർപ്പിയും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ എപ്പോഴപ്പോൾ ലൈവ് അല്ലേ, ഞാൻ എപ്പോൾ എനിക്ക് ലൈവ് വരാൻ എനിക്ക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആർപ്പി എനിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാ, ഒന്നുമല്ല. ഞാൻ എന്താ പറയുക, ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഇൻഡയറക്ട്ലി ഹെയ്റ്റ് പോകും. ഞാൻ ഈ പറഞ്ഞാൽ ഷമീറിന് പോലും ഒരു ഹെയ്റ്റ് വരരുത് ചാറ്റ്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചില്ലായിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞൊരു സംഭവമാണ്. അപ്പം അവിടെ ഷെയ്ക്ക് ലൈവ് താഴത്തേക്ക്, അതെ സത്യമാണ്, ഷെയ്ക്കിന്റെ ലൈവ് താഴത്തേക്ക് ആവാൻ റീസൺസ് പലതാണ് ബ്രോ. ഞാൻ ലൈവ് വരാത്തതിന്റെ ഒക്കെ റീസൺസ് ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ദിവസം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇതിന്റെ പ്രോപ്പർ ആർപ്പിക്ക് നോക്കാം. ഗ്യാങ് തൽക്കാലം വേറെ ആരെങ്കിലും നോക്കട്ടെ എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത്. മാലിനോടൊക്കെ ഞാൻ അതാ പറഞ്ഞത്, തൽക്കാലം വേറെ ആരെങ്കിലും നോക്കട്ടെ. ഇതൊക്കെ പാടെന്താ അറിയോ, പുതിയ റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എത്ര മണിക്കാണ് മേക്കാൻ നമ്മൾ ആ പുതിയ റിക്രൂട്ട്മെന്റ് നോക്കിയത്? എത്ര മണിക്കാ? ആരെങ്കിലും ഒരാൾ വേറെ, ഞാനും നീ രാജുഭായും അല്ലാതെ വേറെ ആരെങ്കിലും ആ സമയത്ത് വന്നോ? ആരും വരൂല, ആർക്കും നോക്കേണ്ടതുമില്ല. അപ്പൊ ആരും ഇതൊന്നും അറിയണമില്ല, മനസ്സിലായോ? വേറെ വല്ല ശരിക്കും ലീവ് ആക്കുന്നോ? എല്ലടാ, നമുക്ക് വാച്ചിങ്ങും പിന്നെ അതേപോലെ ഇൻകം ഏർണിംഗ്സും നോക്കിക്കാണ്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എത്രങ്ങാനും ആർപ്പീസ് ചെയ്യാം ബ്രോ. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര. ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം, വാച്ചിങ്ങിന്റെ പറയുന്നതുകൊണ്ടാണ് ശരിക്കുക. വാച്ചിങ് മെയിൻ ഘടകമാണ്, മനസ്സിലായോ? വേണ്ടടാ, നല്ല ആർപ്പീസ് ചെയ്യാം, മനസ്സിലായോ? എന്നിട്ട് പിന്നെ റെസ്പെക്ട് ലീഡറിനെ റെസ്പെക്ട് ചെയ്തില്ല, ലീഡർ ഇതാക്കുന്നില്ല, ലീഡറിനേക്കാൾ വലിയ മെയിൻ ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കൊള്ളും എത്രയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും. കാരണം നമ്മളിത് ഇങ്ങനെ നോക്കി നടത്തിയിട്ട് ഇപ്പം മാക്കാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ മിഞ്ഞാന്ന് ഇതേമാതിരി സ്റ്റോറി ഇട്ട് ലീവ് ചെയ്ത് പോയാലോ മൈര് ഇതിന്ന് ഇറങ്ങിപ്പോയാൽ അത്രയും നല്ലതാണെന്ന് കരുതി. കാരണം ഇതിൽ ഓപ്പൺ ആയിട്ട് പറയാലോ, ഇത് സത്യം പറഞ്ഞാൽ നിയാദ് എഫേർട്ട് ഇട്ട് നിയാദിന്റെ ഗ്യാങ് ആണ് ഇത്, നമ്മൾ ആരും ഗ്യാങ് അല്ല, നിയാദിന്റെ എമർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഓൻ്റെ ഫൈനൽ വേർഡ്, ഓനാണ് ഇതിൽ ഫൈനൽ. നമുക്ക് ഓൻ്റെ കാര്യം കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ഓൻ ലീഡർ പൊസിഷൻ ഷമീറിന് കൊടുത്താലും അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കറന്റ് ഓന് തീരുമാനം എടുക്കാനുള്ള ഓൻ്റെ ഗ്യാങ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓനിപ്പോൾ അതാ സംഭവം. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലടാ, മനസ്സിലായോ? എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിപ്പോൾ എന്തെല്ലാം ഞാൻ ഇനിയിപ്പോൾ ഇതാക്കിന്ന് പറഞ്ഞാലും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൻ്റെ ബാഡ് ടൈംസും ഓൻ്റെ കാര്യം ഓൻ്റെതായ കുറച്ച് തിരക്കുകളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഓനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ അത് നോക്കണോലും ഇനി ഞാൻ കാര്യം പറ്റേ, ഇത് എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ തൊപ്പിയാന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൻ ഇതിൽ കയറുന്നില്ലെങ്കിലോ ഒരു പ്രശ്നം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തൊപ്പി ഇതിൽ എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ള ഒരു സംഭവമോ ആരും പറയാൻ പോകുന്നില്ല. മനസ്സിലായോ? അത് പറയൂല, അങ്ങനെ ആരും പറയൂല. കാരണം അതിനൊരു റീസൺ ഉണ്ട്. ഓൻ്റെ ഇതാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ എന്തോ വെലിനേറി വന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്, അങ്ങനെ എന്തോ ഉണ്ടടാ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടാവും, അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും, എന്താ ഇവനെ റെസ്പെക്റ്റ് ചെയ്യണ്ട, അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്. ഇതൊന്നും ആരും തെറ്റൊന്നല്ല. ഇത് നമ്മളെ എൻ്റെ തെറ്റായിരിക്കാം. ഞാൻ എന്താ പറയുക, ഞാൻ ഇതാകത്തോണ്ടുള്ള പ്രശ്നമായിരിക്കാം. ഞാനൊരു നല്ല ലീഡർ അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അതുകൊണ്ടായിരിക്കും. ഞാനൊരു ലീഡറാണ്, അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഒരു ഉമ്പന്മാരാവണ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ കളിക്കുന്നതിൽ ഭയങ്കര ഷോക്കുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇതിലുള്ള 3 മെമ്പേഴ്സിന് നെക്സ്റ്റ് വീക്ക് തൊപ്പി ഒക്കെ കൂടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഇതുവരെ എല്ലാ മെമ്പേഴ്സിനും ഈ പറയുന്ന പോലെ ഓസ്കാർ ബ്രോന്നോ, എൻ്റെ പൊന്നു മോനെ, എൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിനയിക്കാനാണെങ്കിൽ പൊന്നു മോനെ നിന്നെയും നിൻ്റെ ഉപ്പാനെയും വിറ്റ രീതിയിൽ ഷമീറിനെ അഭിനയിക്കാൻ അറിയാം. മനസ്സിലായോ? അഭിനയിക്കാനാണെങ്കിൽ നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ആക്ടിങ് എന്ന് പറയരുത്. ആക്ടിങ് ആക്കാനാണെങ്കിൽ ഷമീറിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഷമീറിന്. അഭിനയിക്കാനാണെങ്കിൽ മനസ്സിലായോ? നന്നായിട്ട് അറിയാം. പൈസ കിട്ടിയതും ബാക്കി പിന്നെ തൊപ്പി കുറച്ച് ഹെൽപ്പ് ചെയ്തുകൊണ്ടൊക്കെ 3 PC 50-60 മറ്റേ 50-60 9800 XD അല്ലേ പറഞ്ഞത്? 900X അഥവാ ഒരു 1.80 1.75 എന്തോ ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ PC 1.25 റുപ്യൻ്റെ 3 PC ആണ് നമ്മുടെ ഗ്യാങ്ങിന് വരാൻ പോകുന്നത്. ഇതൊന്നും ആരും എഫേർട്ട് ഇട്ടിട്ടല്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ തന്നെ പിന്നാലെ നടന്ന് നമ്മളെ മെമ്പേഴ്സിന് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇപ്പം കറന്റ് 3 ആൾക്കാരെ കൺസിഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യാന്നുള്ളത് ബാക്കിയുള്ള മെമ്പേഴ്സിനോടും പറഞ്ഞ് കഴിഞ്ഞ 10 ദിവസം ലൈവ് ചെയ്യാഞ്ഞത് എനിക്ക് PC ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇരുന്ന് എനിക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് PC എടുക്കാൻ പറ്റാൻ. നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ എല്ലാവർക്കും. ഇതൊക്കെ എന്താ ലിറ്ററലി നമ്മളെ ഇങ്ങോട്ട് ഡൗൺ ആക്കും ഗൈസ്. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഷമീർ ഈ ഷെയ്ക്ക് വാച്ചിങ്ങിന്റെ കാര്യം പറയുന്നു. ഷെയ്ക്കിനെ 4 ആൾ അറിയുന്നത് തൊപ്പിയുടെ ലൈവ് വന്നിട്ടാണ്, എന്നിട്ട് വാച്ചിങ് കുറഞ്ഞു പോലും. ചാറ്റിലൊക്കെ പോയാണ്ട് നമ്മൾ ഓനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഓൻ ലീഡർ ആയാണ്ട് ഓനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നതിൽ ഓപ്പൺ ആയിട്ട് അതിൽ കുറേ കാര്യങ്ങളുണ്ടാ. ലിറ്ററലി ഓരോന്ന് 1 by 1 എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷമീറിന് 8 ആയി മാറും. അതുകൊണ്ടാണ് കുറേ ഉണ്ടാകുന്നത് നിൽക്കുന്നത്. അങ്ങനെ മനസ്സിലായത്. അത് നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്റൻഷനലി ഇങ്ങോട്ട് കുറേ പ്രാവശ്യം നമുക്ക് 8 കിട്ടിയതാണ്. അത് നമുക്ക് അറിയണതാ. മാക്കൊക്കെ സ്റ്റോറി ഇട്ടാണ്ട് ഇറങ്ങി പോകുന്നതാ. മാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയാൽ സത്യം പറയാം. ഞാൻ വേണമെങ്കിൽ ഞാൻ ലൈവ് വരുമ്പോൾ എന്റെ ചാറ്റ് അടിച്ചില്ല. ഷെയ്ക്ക് എൻ്റെ അടുത്ത് അമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ആ സ്റ്റോറിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇടാൻ പോയി ഞാൻ പോകണം. എന്തോ ആയിക്കോട്ടെ, ഇത് ഇത്രയൊക്കെ വന്ന് ഇത്ര പേർക്ക് ലൈഫായി ബാക്കി അത് എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോളൂ. ഇതിൽ നിൽക്കുന്ന ബാക്കി 10-35 ആൾക്കാർക്കും ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓൾക്കുള്ള ഹോപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാളോ. മനസ്സിലായോ? അത് കൈവിട്ട് പോകണ്ടെന്ന് എഴുതിയിട്ട് കുറേയൊക്കെ നമ്മളും തന്നെ ശ്രമിച്ചും ഉണ്ടാകും നിൽക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യരുത്. ഡിസപ്പോയിന്റ് ആക്കില്ല. വെറുതെ ഈ പറയുന്ന പോലെ വന്നാണ്ട് നിങ്ങൾ അറിയാത്തതുകൊണ്ട് ചെയ്തു പോകുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററലി ഡൗൺ ആയി പോവാണ്. നമുക്ക് ഈ ഗ്യാങ്ങിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റാതായി പോവാണ്. അപ്പം അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ദയവ് ചെയ്ത് ചെയ്യല്ലേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഹേറ്റ് സ്പ്രെഡ് ചെയ്യല്ലേ. മനസ്സിലായോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്ത് പോയിക്കോളാം. പക്ഷെ നിങ്ങൾ അജ്മൽ ചെക്ക് അജ്മൽ ഒഫീഷ്യൽ എത്ര വട്ടം പറഞ്ഞു തന്നു, ലീഡർ എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്, എല്ലാം ചെയ്യണം എന്നല്ല, എല്ലാം വിളിച്ചു പറയാം എന്നൊന്നും വാശി പിടിക്കരുത്. ഇമോഷണൽ ഷമീറ അത്രേ നമുക്ക് പറയാനുള്ളൂ. ഒരു ദിവസം ഇല്ല നല്ല കാര്യം പറയാനായിട്ട് ഞാൻ ഷെയ്ക്ക് എന്നെ വിളിക്കുന്നു. രാവിലെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ സംസാരിക്കലും ഈ ശോകം കമന്റ്സ് വായിക്കണം ഞങ്ങളുടെ പരിപാടി. നമുക്ക് ആഗ്രഹമില്ല ഇത്ര നല്ല രീതിയിൽ ഗ്യാങ് പോകുന്നു, അത്യാവശ്യം നല്ല എല്ലാവർക്കും വാച്ചിങ് ഉണ്ട്, എല്ലാവർക്കും നല്ല കരിയർ ബിൽഡ് ചെയ്തിട്ട് ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ല. ഡെയിലി ഒരു ദിവസം ഇന്ന് രാവിലെ കൂടെ ഷെയ്ക്ക് രാവിലെ വിളിച്ചിട്ട് കമന്റ് ഉണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞ സ്വസ്ഥത ഇല്ല, നമുക്ക് ഒരു സമാധാനമില്ല മനസ്സിന്. എന്ത് ഹാപ്പിനെസ് കിട്ടുന്നത്. എന്തൊക്കെ കഴിഞ്ഞ ദിവസം ലൈവിന്റെ ചാറ്റ് എടുത്ത് നോക്കി ലാസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇവനൊക്കെ പറഞ്ഞു വിടുന്നത്. ഓക്കെ, നിങ്ങൾ തീരുമാനിച്ചു എങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്. ലാസ്റ്റ് ചെയ്യാൻ ആരില്ലാതെ ഈ കമന്റ് ആൾക്കാർ വന്നിരുന്ന ഈ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചെയ്ത് കാണിക്കാൻ പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മൾ ഹാപ്പിയാ ചെയ്ത് നമ്മൾ അത്ര ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? നമുക്ക് അത്രത്തോളം നമ്മൾ ഹാപ്പിയായിരിക്കും. പക്ഷെ അത് ചെയ്യാത്തത്തോളം കാലം ചെയ്യുന്നവരെ കുറ്റം പറയാതിരിക്കും പ്ലീസ്. അത് നമ്മൾ ഇതിന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കും. മനസ്സിലായോ? കോൾ കൊടുക്കേണ്ടവർക്ക് കോൾ കൊടുത്ത് എപ്പോൾ അടിക്കണം തോന്നുന്നവർക്ക് എപ്പോൾ അടിക്കേണ്ട പോലെ അടിച്ച്
പോണ്ട പോലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാങ് ഒക്കെ എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് അവനാ നോക്കുക എല്ലാവരും ബാക്കിയുള്ള ഇത്രയും ആൾക്കാർ മനസ്സിലായി.